ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وقال فرعون يا أيها الملأ ما علمت لكم من إله غيري فأوقد لي يا هامان على الطين فاجعل لي صرعا لعلي أطلع إلى إله موسى وإني لأظنه من الكاذبين صدق الله العلي العظيم അല്ലാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയും അല്ലാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യത്താലും കാരുണ്യത്താലും സ്വർഗത്തിൽ മേളിക്കുന്ന മഹാ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ പവിത്രമായ ഒരു ദിനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മുഹറം 10 നമ്മളുള്ളത്. ലോകം മുഴുവൻ നോമ്പനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ഷഹറുള്ള എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച റമദാനിനോടൊപ്പം ചേർത്ത് വെച്ച ഒരു മാസമാണ് മുഹറം മാസം എന്ന് പറയുന്നത്. റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച നോമ്പാണ് ഇന്ന് നമ്മൾ നോറ്റുകൊണ്ട് ഇരിക്കുന്നത്. എന്തുകൊണ്ട്? മുഹറം, ഹിജ്റ അതുപോലുള്ള സംഗതികളൊക്കെ അനുസ്മരിക്കണം. അതേപോലെ മുഹറം 10 ഒന്നാമത്തെ മാസത്തിൽ തന്നെ വെച്ച് അതിൻ്റെ അനുസ്മരണത്തിന്റെ ഭാഗമായി നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇസ്ലാമിന്റെ തൗഹീദ് അതിൻ്റെ കൃത്യമായ തർത്തീബ് അനുസരിച്ച് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേണം ഒരു വിശ്വാസിയുടെ വർഷാരംഭം എന്ന് അള്ളാഹുവിൻ്റെ ദീനിൽ നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംഗതികളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട്. തൗഹീദിന്റെ തർത്തീബ് തെറ്റിച്ച്
അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ബോധപൂർവമല്ലാതെയോ അത് മാറ്റിമറിക്കപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് മുസ്ലിം ലോകം ഉൾപ്പെടെ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ ആധിപത്യമാണോ തൗഹീദിൽ ഒന്നാമത്തെ സ്ഥാനം, അല്ല ആരാധനയാണോ എന്ന വളരെ വ്യാപകമായ മാറ്റിമറിക്കൽ, ഒരു സംശയത്തിനും പഴുതില്ലാത്ത വിധം അല്ലാഹു പറഞ്ഞ കാര്യങ്ങളെ അതിൻ്റെ ഓർഡർ തെറ്റിച്ചുകൊണ്ട് ജനം മുന്നോട്ട് പോകുമെന്ന് അല്ലാഹുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് വേണം നിങ്ങളുടെ വർഷാരംഭം എന്ന് അല്ലാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ചത്. നമുക്കറിയാം, വെറും 4 തവണ, അതോടൊപ്പം അഹ്മദ് എന്ന് വേറെ ഒരു തവണ, 5 തവണയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ അല്ലാഹു പരാമർശിച്ചിട്ടുള്ളൂ. എന്നാൽ ഒരു മഹാപ്രവാചകന്റെ പേര് 34 അധ്യായങ്ങളിലായിട്ട് 136 തവണ റബ്ബ് സുബ്ഹാനഹു തആല ആവർത്തിച്ച പേര്, അതാണ് മൂസാ നബി അലൈഹി സ്വലാം എന്നത്. 5ഉം 136ഉം തമ്മിലുള്ള അന്തരം അത് എത്രയുണ്ട് എന്ന് ആലോചിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. 4000-ഓളം വർഷം, 3200 വർഷത്തിന് മുമ്പ് ഉള്ള ഒരു ഫറോവയുടെ പേരോ അദ്ദേഹത്തിന്റെ തൗഹീദിനെ നേരിട്ട ഫറോവയുടെ പേര് 27 അധ്യായങ്ങളിലായിട്ട് 74 തവണ അള്ളാഹു പരാമർശിച്ചുകൊണ്ട് എവിടെയാണ് തൗഹീദ് കിടക്കുന്നത് എന്ന് വ്യക്തമായി പഠിപ്പിച്ച ഖുർആൻ, അത് അതിന്റെ ചരിത്രം പഠിച്ചും അനുസ്മരിച്ചും അന്ന് നോമ്പനുഷ്ഠിച്ചും കൊണ്ട് തന്നെ വേണം നിങ്ങൾ പുതുവർഷത്തിലേക്ക് മുന്നോട്ട് പോകാൻ. ഹിജ്റയെ ഓർത്തുകൊണ്ട് മുഹറം 1 അല്ലെങ്കിൽ മുഹറം മാസത്തിന്റെ തുടക്കത്തിൽ പ്രവാചകന്റെ ഹിജ്റ അനുസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എത്തിപ്പെടേണ്ട ആദ്യത്തെ പടി തന്നെ എന്താണ്? അത് മൂസാ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ പഠനത്തിലായിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു മഹാചരിത്രം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വളരെ വലിയൊരു സംഭവ ബഹുലമായ ദിവസമാണ് മുഹറം 10 എന്ന് പറയുന്നത്. നമുക്കറിയാൻ സാധിക്കും, 2 പ്രവാചകന്മാരെ ഫറോവയുടെ അടുത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അയക്കുകയാണ്. സുമ്മ അർസൽനാ മൂസ വ അഖാഹു ഹാറൂന ബിആയാതിനാ വസുൽത്താനിൻ മുബീൻ. പിന്നീട് നാം മൂസായെയും സഹോദരൻ ഹാറൂനെയും നമ്മുടെ തികഞ്ഞ ദൃഷ്ടാന്തങ്ങളോടുകൂടി, തെളിഞ്ഞ പ്രമാണങ്ങളോടും കൂടി ഞാൻ അയച്ചു. വ്യത്യസ്തമായ ദൃഷ്ടാന്തങ്ങളോടുകൂടി തന്നെ ഞാൻ അയച്ചു എന്നാണ്. അതിന് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന 9 ദൃഷ്ടാന്തങ്ങൾ ഇട്ടുകൊടുക്കുകയാണ്. ഒരു ഭരണാധികാരിയുടെയും ആ ആധിപത്യത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിൽക്കുന്ന, അള്ളാഹുവിനെ പൂർണ്ണമായി വിധേയപ്പെടാൻ തയ്യാറില്ലാത്ത, ഭാഗികമായിട്ട് പോലും തയ്യാറില്ല, ഭാഗികമായി വിധേയപ്പെട്ടത് കൊണ്ട് അള്ളാഹു അത് സ്വീകരിക്കുകയുമില്ല. കാരണം ഇസ്ലാം എന്ന് പറയുന്നത് സമ്പൂർണമായ സമർപ്പണമാണ്. അത് നമ്മളും അങ്ങനെ തന്നെയാണ്. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥാപനമുണ്ട്, ബിസിനസ്. ആ ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് കീഴിൽ ജോലിക്കാരെ വെച്ച് നമ്മൾ ആ ജോലിക്കാരൻ എല്ലാ കാര്യവും അംഗീകരിക്കും. പക്ഷെ ഒരു കാര്യത്തിൽ മൂപ്പര് പറ്റൂല എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്തായി മാറും? വാഗ്ദാനമൊക്കെ ചെയ്തു വന്ന ആളാണെങ്കിൽ പ്രത്യേകിച്ച് നടപടി സ്വീകരിച്ചിരിക്കും. ഒരു കാര്യം മതി മോനെ, നിനക്ക് പോവാം എന്ന് വെക്കും. മാത്രമല്ല, ആധിപത്യം അധികാരമുള്ള ആള് അനുസരണക്കേട് കാണിച്ചിട്ടാണ് അയാളുടെ ആ നിലപാട് സ്വീകരിച്ചതെങ്കിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യും. അള്ളാഹു മഹാരഥനാണ്, രാജാതിരാജനാണ്. അവനോട് കളിച്ചാൽ അതിന്റെ കളി, അതിനാണ് ശിർക്ക് എന്ന് പറയും. ഒരിക്കലും വിട്ടുവീഴ്ചയില്ലാത്ത ആ അർത്ഥത്തിൽ കളി ഫറോവ കളിച്ചു, ഏറ്റവും ടോപ്പിൽ കളിച്ചു. ആ ടോപ്പിൽ കളിച്ചവനെ കാണിച്ചു തന്നുകൊണ്ട് അവനോടുള്ള നടപടി എന്താണ് എന്ന് അനുസ്മരിച്ചു കൊണ്ട് വേണം നിങ്ങൾ നോമ്പ് നോൽക്കാൻ. എന്നിട്ട് അദ്ദേഹത്തിന് 9 ദൃഷ്ടാന്തങ്ങൾ ഇട്ടുകൊടുത്തു അല്ലാഹു സുബ്ഹാനഹു തആല. ഒന്ന്, കടുത്ത ക്ഷാമം ആയിരുന്നു ഒന്നാമത്തെ ദൃഷ്ടാന്തം. പിന്നെ വിളവുകളൊക്കെ നശിച്ചു പോയി. ഈ സമയത്തൊക്കെ മൂസായെ തേടി വരും ഫറോവനും കൂട്ടുകാരും, ഇതൊന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ റബ്ബിനോട് എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യം അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. മൂസാ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ക്ഷാമം മാറ്റിക്കൊടുക്കും, വിളനാശത്തിൽ നിന്ന് വിളവ് നൽകും. അതേപോലെ പ്രളയം മറ്റൊന്ന് അതാണ്. മൂന്നാമത്തേത് വെട്ടുകിളി ശല്യം.
അതുപോലെ തന്നെ ചെള്ള് നിറയാം, ചെള്ള് നിറഞ്ഞിട്ട് എടങ്ങറാവുന്ന ഒരവസ്ഥ, കയ്യും കാലും വെക്കാൻ പറ്റാത്ത കോലത്തിൽ, തവളകൾ പെരുകി, അതേപോലെ തന്നെ ചോര, എവിടെ നോക്കിയാലും ചോര, വെള്ളത്തിലും അതേപോലെ പലതിലും ചോര നിറച്ചു. അതുപോലെ തന്നെ നേർക്ക് നേരെ തന്നെ ആ ഫറോവയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് വടിയിട്ട് പാമ്പാക്കി കാണിച്ചു കൊടുത്തു. മറ്റാർക്കും കഴിയാത്ത പണി. അവിടെ ഒരുപാട് മാജിക്കും ആചാരക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കഴിയണില്ല, അവരൊക്കെ വിശ്വാസികളായി മാറിയത്. ഇത് നേർക്ക് നേരെ നോക്കി നിൽക്കുന്ന രീതിയിൽ ആ ചങ്ങാതിയോട് പറഞ്ഞു, ആ അർത്ഥത്തിൽ കാണിച്ചു കൊടുത്തു. പിന്നെ കൈപ്പത്തി, കക്ഷത്തിൽ വെച്ച കൈപ്പത്തി പൊക്കിപ്പിടിച്ച്, അങ്ങനെ 9 ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങളുമായി മൂസയെ ഞാൻ ഈ ചങ്ങാതിയുടെ അടുത്തേക്ക് അയച്ചു. ഇവന്റെ നിലപാടെന്തായിരുന്നു? ഫറോവക്ക് സമാനമായ കുറെ ആളുകൾ നമ്മളുടെ വാർഡുകളിലും പഞ്ചായത്തുകളിലും നമ്മുടെ ഈ പള്ളിക്കകത്ത് വരെ ഒരുപക്ഷെ ഉണ്ടാവും. എല്ലായിടത്തും ഇപ്പൊ അള്ളാനെ പറ്റൊന്നുമില്ല, അതൊന്നും ഇപ്പൊ നമ്മൾ പറയേണ്ടതില്ല, പറയാൻ പറ്റൂല, നമുക്ക് നടക്കൂല. കുറച്ച ഭാഗമൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കാം എന്ന് വെച്ചാൽ തന്നെ ഫറോവനിസമാണത്. കാരണം ലില്ലാഹി മാഫി സമാവാതി വമാഫിൽ, ആകാശഭൂമിയുള്ളത് മുഴുവനും അള്ളാന്റത് മാത്രം. അതിനൊരു പൊടിപടലം പോലും വേറൊരുത്തേണ്ടത് ഇല്ല. ഉണ്ട് എന്ന് കരുതിയാൽ അത് മതി അവന്റെ ഈമാനിനെ അത് ബാധിക്കാൻ. പിന്നെ അവനുമായി യാതൊരു ഇടപാടും അള്ളാഹു, അവൻ എത്ര നിസ്കരിച്ചാലും എത്ര ദുആയും ദാനധർമ്മങ്ങളൊക്കെ ചെയ്താലും അള്ളാഹു അവിടെ വിട്ടുവീഴ്ച. അതുകൊണ്ട് ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല ഇല്ലല്ലാഹ്, അള്ളാഹ് മാത്രമല്ലാതെ എന്ന അതിനെ ഇദ്ദേഹം അംഗീകരിക്കുവാൻ സന്നദ്ധമായില്ല. ഇതാണ് യഥാർത്ഥ തൗഹീദ്. ഖാല ഫിർഔൻ വമാ റബ്ബുൽ ആലമീൻ, ഫിർഔൻ ചോദിച്ചു, ആരാണ് ഈ റബ്ബുൽ ആലമീൻ, ഈ ലോകത്തിന്റെ മുഴുവനും അധികാരിയായ ഒരുത്തൻ ആരാണ് എന്ന് ചോദിച്ച്, ലോകരക്ഷിതാവ് ആരാണ് എന്ന് ചോദിച്ച് മൂപ്പരെന്ത് ചെയ്തു? കളിയാക്കി. അങ്ങനെ ഹാമാനോട് പറയണം, തൊട്ടടുത്ത് ഹാമാനെ വിളിച്ചിട്ട് എന്താണ് പറയുന്നത് നോക്കും നിങ്ങൾ. വഖാല ഫിർഔൻ യാ അയ്യുഹൽ മലഉ മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഫറോവൻ പറഞ്ഞു, അല്ലയോ പ്രമാണിമാരെ, ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹോ. ഇത് പറയുന്ന MP മാരും MLA മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. നിങ്ങളിപ്പോ പോയി നോക്കിയാൽ നിങ്ങളൊരു ധൈര്യം കാണിക്കുക. അദ്ദേഹത്തിന് ഒരു MP-ന്റെയോ ഒരു പല എല്ലാരെയും കുറിച്ചല്ലോ പറയുന്നത്. അധികം ആളുകളുടെ സ്ഥിതി അങ്ങനെ. അവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ വർത്തമാനം ഒന്ന് പറഞ്ഞു നോക്കൂ, എഴുന്നേൽക്കടാവുന്നു, നിന്റെ ഭീകരവാദം തീവ്രവാദം പോളാവുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഇവിടെ മക്ബറ ജാറങ്ങളുടെ ഒരു സ്ഥലം കാണാൻ വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഉടനെ ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. അതിലൊരു മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ്, സെക്രട്ടറി ഒക്കെയാണ് അദ്ദേഹം, അവിടെ നാട്ടിലെ. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് കലി കളകി. ആളുകൾ അങ്ങനെ സുജൂദ് ചെയ്യുന്നു ഖബറിടത്തിലും അതേപോലെ അവിടെ ഉണ്ടാക്കുന്ന പല സംഗതികളിലും വിളക്കൊക്കെ വെച്ചിട്ടുള്ള. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് കലി കയറി, ഇതൊക്കെ അടിച്ചു തകർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കൈയൊന്നാണ്ട് വീശി നോക്കൂ, ഒരു കൈയൊന്നാണ്ട് ഓങ്ങി നോക്കൂ, അത് മതിയാവും. സൈറൺ വിളിച്ച് പോലീസും സന്നാഹങ്ങളും ഒന്നിച്ച് വന്നിട്ട് നിന്നെ പൊക്കിയെടുത്തിട്ട് പിന്നെ ഈ ലോകം ഈ കണ്ടുകൊള്ളുന്നില്ല. കാരണം അതിന്റെ പിന്നാമ്പുറത്ത് കിടക്കുന്നത് ഈ മക്ബറയുടെയും ജാറത്തിന്റെ ആളുകളല്ല, അവർ കൊണ്ടു നടക്കുന്ന ഒരു ഭരണകൂട സംവിധാനം ഉൾപ്പെടെ അതിന്റെ പിന്നാമ്പുറത്തുണ്ട്. ഈ പിന്നാമ്പുറത്തുള്ള ഈ ശക്തിയെ കാണാതെ ഈ വിളക്ക് വെച്ചതും ഈ സുജൂദ് ചെയ്യുന്ന ഈ പാവങ്ങളായ ആളുകളെ കാണുന്നു എന്നത് അത് യഥാർത്ഥ കാഴ്ചയല്ല, കാണേണ്ടത് കാണാതെ. അതുകൊണ്ടാണ് അള്ളാഹ് മൂസ അലൈഹി ഇസ്ലാമിനോട് നാട്ടിൽ ഒരുപാട് ശിർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്, അവിടെ നിന്നും പോയി പണിയെടുക്കാനല്ല പറയണം, ഇതിന്റെ തലത്തൊട്ടപ്പനെ പിടിക്കും. മദ്യപ്പം ഹലാലാണെന്ന് പറഞ്ഞത് വീര്യം കുറച്ച് എല്ലാവർക്കും ഹലാലാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭരണം അധികാരമൊക്കെ പറഞ്ഞ് അധികാരത്തിൽ ഏറിയിട്ട് വീര്യം കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കുടിച്ചു തുടങ്ങിയാൽ പിന്നെ ബാക്കി എളുപ്പമാണ്. ആരായിട്ടുള്ള ഡീലാണെന്ന് ആർക്കും മനസ്സിലാവും ഇതൊക്കെ ആരോടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതൊക്കെ പിന്നാമ്പുറത്ത് അതിൻ്റെയൊക്കെ വക്താക്കളായി അതിൻ്റെയൊക്കെ ആളുകളായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അതിന്റെ വക്താക്കളായി അതിന്റെ ആളുകളായി പോയി കഴിഞ്ഞാൽ അടിവരടണം. നേരെ മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കക്ഷികളും ജൂതന്മാരുമായിട്ട് വരെ കരാറുണ്ടായിട്ടുണ്ടാവും. അതേപോലെ പല ക്രിസ്ത്യാനികളുമായിട്ട് റസൂൽ ഒരുപാട് കരാറുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കരാറാണ്. അത് എപ്പോ അതിനെതിരെ നീങ്ങുന്നുവോ ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മാർഗം, നമ്മളൊരു കോംപ്രമൈസും അക്കാര്യത്തിലില്ല, അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ എന്താണ് അദ്ദേഹം ചോദിക്കുകയാണ്, ഞാനല്ലാത്ത ഒരുത്തനോ മദ്യം ഹലാലോ ഹറാമോ അത് എവിടെ വിളമ്പണം, അത് വിളമ്പാൻ പാടുണ്ടോ, എത്ര വിളമ്പണം എന്ന് തീരുമാനിക്കാൻ ഞാനോ അല്ലെ എന്റെ പാർട്ടിയോ എന്റെ കക്ഷിയോ അല്ലാതെ വേറൊരുത്തനോ എന്ന് ചോദിക്കുന്ന അദ്ദേഹം ചോദിച്ചു, നിനക്ക് വേറൊരു ഇലാഹ് എന്നവിടെ പ്രയോഗിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലയുടെ ഇലാഹ് തന്നെയാണ് അവിടെ പ്രയോഗിച്ചത്.
ഇലാഹിൻ വൈരി വേറൊരു ഇലാഹോ എന്ന് ചോദിക്കുകയാണ്. അതിനാൽ ഹാമാനെ നീ കളിമണ്ണ് ചുട്ടിട്ട് അത്യുന്നതമായ ഒരു ഗോപുരം ഉണ്ടാക്കുക. ഇവരീ പറയുന്ന റബ്ബുൽ എല്ലാത്തിന്റെ ഉടമസ്ഥനായ ആ റബ്ബുണ്ടല്ലോ, എല്ലാത്തിന്റെ ഉടമസ്ഥൻ, എല്ലാ മേഖലയിലുള്ള ഉടമസ്ഥൻ. അപ്പറയുന്ന റബ്ബുൽ ആലമീനെ ഒന്നൊന്നും ഞാൻ നോക്കട്ടെ, ഗോപുരം ഉണ്ടാക്ക്. അത്തലിയോ ഇലാഹി മൂസ, അവിടെയും ഇലാഹി എന്ന് പ്രയോഗിച്ചു, ഇലാഹി മൂസ ഇന്നി അദുന്നുഹു മിനൽ കാദിബീൻ. മൂസായുടെ ദൈവത്തെ അപ്പറയുന്ന മൂസ പറയുന്ന ആ ദൈവവും അധികാരിയും ഞാനൊന്ന് നോക്കട്ടെ, ഇവൻ കള്ളന്മാരിൽപ്പെട്ടവനാണ്, കാദിബീങ്ങളിൽപ്പെട്ടവനാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പരിഹസിച്ചിട്ട് ഞാൻ എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞു കാദിബീങ്ങളിൽപ്പെട്ടവനാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന്റെ തന്നെ അടിമണ്ണിളകി, ഭാര്യ ഉൾപ്പെടെ ഇളകി മൂസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചുകൊണ്ട്. അത് ഖുർആൻ പറയുന്നുണ്ട്. ഭാര്യ ഉൾപ്പെടെ ഭാര്യ പോയി കഴിഞ്ഞാൽ തന്നെ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? സ്വന്തം വീണ ആ സംഗതിയിൽ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവരെ എടുത്ത് ഫറോവയുടെ പത്നിയായതുകൊണ്ടാണ് ഫറോവയുടെ പത്നിയെ അള്ളാഹു രണ്ട് സ്ത്രീകളോട് ഉപമിച്ച്, രണ്ട് സ്ത്രീകളെ എടുത്തു പറഞ്ഞതിൽ ഒന്ന് മറിയം ബീവിയാണ് എങ്കിൽ ഒന്ന് ഈ സ്ത്രീയാണ്. നോക്കും നിങ്ങൾ, സത്യവിശ്വാസികൾക്ക് ഉദാഹരണമായി മാതൃകയായി അള്ളാഹു ഇതാ ഫറോവയുടെ പത്നിയെ എടുത്തു കാണിക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ തന്നെയാണ് അതിന്റെ ആ അർത്ഥത്തിലുള്ള നേരിട്ടത്. വർധന പീഡനങ്ങൾ, അധികാരി നീയല്ല എന്ന് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പത്നിയും പറഞ്ഞു അധികാരി നീയല്ല. എന്നിട്ട് അദ്ദേഹം അവരെന്ത് ചെയ്തു? അഭയം തേടുകയാണ്. ഇത് കാലത്ത് അവർ അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, എന്റെ നാഥ, എനിക്ക് നിന്റെ അടുത്ത്, ഇവന്റെ കൊട്ടാരമൊന്നുമല്ല, എനിക്ക് കൊട്ടാരമൊന്നും എനിക്ക് വേണ്ട റബ്ബേ, എനിക്ക് നിന്റെ അടുത്ത്. അതാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഏത് മേഖലയിലും നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് ഇതൊക്കെ താൽക്കാലികത്തേക്കുള്ളതാണ്. ഇതൊരു അവസാനത്തെ ശ്വാസം കഴിഞ്ഞാൽ പിന്നെ നമ്മളുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് അവിടെ ഒരു വീട്, ഇതാണ് ഇത്. നമുക്ക് ലക്ഷ്യമുണ്ടോ? നമ്മൾ ഇത് ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണോ സമ്പത്ത് ശേഖരിച്ചു കൊണ്ടിരിക്കുന്നതും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതും? നമുക്ക് കിട്ടിയ അധികാര സ്ഥാനമാനങ്ങൾ മതത്തിന്റെ മേഖലയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ ഈ അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഫറോവയുടെ പത്നിയിൽ മാതൃകയുണ്ട്. എത്ര വലിയ ബൊമ്മാടങ്ങളും കൊട്ടാരങ്ങളും സ്വന്തം വീണ ഏറ്റവും വലിയ അധികാരിയാണെങ്കിലും അവന്റേതല്ല എനിക്ക് വേണ്ടത്, നിന്റെ അടുത്തൊരു ഭവനം, നിന്റെ അടുത്തൊരു ഭവനം എന്നാണ്. നിന്റെ അടുത്ത് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി തരണം എനിക്ക്. ഇത് അജണ്ടയാണ്. എല്ലാ കാര്യത്തിലും എല്ലാ മേഖലയിലും അജണ്ട ആയിരിക്കണം. ഇതേതോ ചില കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ വീട്, ബാക്കിയൊക്കെ നമ്മളുടേത് പറയാൻ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. എന്നിട്ട് മാത്രമല്ല എതിരിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഇത്തരം ആളുകളിൽ നിന്ന്. ഫറോവയിൽ നിന്നും അയാളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഒക്കെ കർമ്മങ്ങളിൽ നിന്നും അതേപോലെ നീ എന്നെ രക്ഷപ്പെടുത്തി തരണം. അക്രമികളായ ജനത്തിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു തരണം. എന്നേക്കുമായിട്ട് നീ എന്നെ മരിച്ചിട്ടാണെങ്കിലും ഈ കൂട്ടരിൽ നിന്ന്, ഈ ആളുകളിൽ നിന്ന് എന്നെ വിമോചിപ്പിച്ചു തരണം. എന്നിട്ടാണല്ലോ പറഞ്ഞത് മാതൃകയുണ്ടെന്ന്. ഇതാണ് നിങ്ങളുടെ മാതൃക. ഏറ്റവും വലിയ അധികാരി. നോക്കും നിങ്ങൾ, തൗഹീദ് എങ്ങനെയാണ് അള്ളാഹു വെച്ചിരിക്കുന്നത്. രാജാക്കന്മാര് വലിയ ഹജ്ജും അതേപോലെ പെരുന്നാളും അതുപോലുള്ള സംഗതികളും വലിയൊക്കെ നടത്തുകയാണ്. ഉംറയും ഒക്കെ മദീനയും ഒക്കെ. എന്നിട്ട് ഒരു ഭാഗത്താണത് ആരാധന മേഖലയിലാണ്. ആധിപത്യ മേഖലയിലോ ഫറോവനിസമാണ്, രാജാധിപത്യമാണ്, ഏകാധിപത്യമാണ്, സ്വേച്ഛാധിപത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്ലാം അവിടെ പറയാൻ അനുവാദം ഇല്ലാത്തത് കൊണ്ടും. പക്ഷെ ഇറാന് വരികയാണ്. ഈ അധികാരം എല്ലാ മേഖലയിലും പറയുന്ന ഇറാൻ ഫലസ്തീനു വേണ്ടിയിട്ട്. നോക്കൂ നിങ്ങൾ, ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒരേ ഒരു രാജ്യമാണ് യഥാർത്ഥത്തിൽ അടിയുറച്ച നിലപാട്. ഖത്തറിന് പോലും സാധിച്ചിട്ടില്ല, പല രാജ്യങ്ങൾക്കും സാധിച്ചിട്ടില്ല. അടിയുറച്ച നിലപാട് സ്വീകരിച്ചത് ഒരേ ഒരു രാജ്യമാണ്, അതാണ് ഇറാൻ എന്ന് പറയുന്നത്. ഇറാനെ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അതേപോലുള്ള ആ സംഘങ്ങൾ, ആ ഫലസ്തീനി ഉൾപ്പെടെ ലബനാൻ ഉൾപ്പെടെയുള്ള ആ സംവിധാനങ്ങൾ അതൊരു ബെൽറ്റായിട്ട് മാറിയിരിക്കുന്നു. ആരാണ്? ആധുനിക ഫറോവമാരെ. ആ അർത്ഥത്തിൽ ഇത് എവിടെ നിൽക്കുന്നു? നമ്മളുടെ മനസ്സ് പെടഞ്ഞുകൊണ്ടിരിക്കണം. ഈ ഫറോവനിസം ആര് കൊണ്ട് നടന്നാലും, അവരെത്ര വലിയ ആളുകളാണെങ്കിലും സ്വന്തം പിതാവാണെങ്കിലും ശരി, ആ ഫറോവനിസത്തിന്റെ ഏതെങ്കിലും ഒരു കണിക മുന്നോട്ട് കൊണ്ടുവന്നാൽ അവിടെ യാതൊരു രക്ഷയുമില്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളതാണ് നമ്മളുടെ ആയുസ്. അങ്ങനെ പറഞ്ഞു ഫറോവയുടെ പത്നി, അത് പറഞ്ഞു. ആ അർത്ഥത്തിൽ അതുകൊണ്ട് മാതൃകയുണ്ട് എന്ന്. നോക്കൂ നിങ്ങൾ,
അവസാനം മൂസാ അലൈഹി ഇസ്ലാം ഒരുപാട് ശ്രമങ്ങൾ നടത്തി 80 ദൃഷ്ടാന്തങ്ങളും പല കാര്യങ്ങളും കാണിച്ചു കൊടുത്തിട്ടും രക്ഷയില്ല എന്ന് വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പ്രാർത്ഥിപ്പിച്ചു അങ്ങനെ തന്നെ പറയണം. അല്ലാതെ മൂസാ അലൈഹി ഇസ്ലാം കാരുണ്യമില്ലാത്ത ഒരാളൊന്നുമില്ല. ആ പ്രാർത്ഥന ആയത്തായിട്ട് അള്ളാഹുവിന്റെ വചനങ്ങളായിട്ട് അള്ളാഹു ഖുർആനിൽ ചേർക്കുകയും ചെയ്തു. എന്നിട്ട് മൂസാ അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഉഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ റബ്ബനാ ലയുദില്ലു അൻ സബീലിക്. മൂസാ അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഫറോവനും അയാളുടെ പ്രമാണിമാർക്കും നീ ഭൗതിക ജീവിതത്തിലെ ആർഭാടങ്ങളും സമ്പത്തും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? നീ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അവർ ജനത്തെ നേർമാർഗത്തിൽ നിന്ന് പിഴപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണോ ഇവരെങ്ങനെ വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവരാഗ്രഹിക്കുന്നതൊക്കെ അങ്ങനെ കൊടുത്ത് അവർക്ക് മാത്രം വിജയം. ഈ സത്യം പറയുന്ന ഞങ്ങളുടെ ആ അർത്ഥത്തിലുള്ള ഭൗതികാർത്ഥത്തിലുള്ള ഒരു വിജയം നീ ഞങ്ങൾക്ക് തരാതെ അവർക്കിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണോ? ഈ മദ്യം വിളമ്പുന്ന വ്യഭിചാരശാലയ്ക്ക് ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, മദ്യം വീരം കുറവായിട്ട് ഇവർ വ്യാപകമാക്കാൻ നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, അതിൽ യാതൊരു മാറ്റവും ഇല്ല, അതിനങ്ങനെ തന്നെ പോവാൻ പറ്റൂ, മറ്റൊന്നും ഇവിടെ പറയാൻ പാടില്ല എന്ന് വരെ പറയുന്ന ആളുകൾ ഇങ്ങനെ നിരന്തരം ഇതാ വിജയിച്ചു കൊണ്ടിരിക്കുന്നു. അവര് പിന്നാലെ ആളുകൾ കൂടി വീണ്ടും കൂടി എല്ലാവിധ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവേ എന്ന് മൂസാ അലൈഹി ഇസ്ലാം ഈ കാലഘട്ടത്തോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കണം. അതിനാ ഖുർആനിൽ ഇത് കൊടുത്തത്. ആ കാലഘട്ടത്തിലെ ചരിത്രം പറഞ്ഞ് നമ്മുടെ കാലഘട്ടവുമായി ചേർത്ത് വെക്കാതെ പോയി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മസലിൽ ഹിമാരി എന്ന ഗ്രന്ഥം ചുമക്കുന്ന കഴുതകൾ എന്നാണ് അത്തരക്കാരെ. ആശയവും അതേപോലെ സംഗതികളും ചേർത്ത് വെക്കാതെ വായിക്കുന്നവരെ കുറിച്ച് ഖുർആൻ വായിച്ചാൽ പോലും അവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അത് ഖുർആനിനും ബാധകമാണ്. അതുകൊണ്ട് സഹോദരികളെ, ഈ അർത്ഥത്തിൽ ഈ ജനത്തെ വഴിതെറ്റിക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെ പറ്റില്ല എന്ന് പറയുന്ന അത്തരം ആളുകൾക്കൊക്കെ നീ ഈ ധാരാളമായി നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? നീ അവരൊക്കെ ജനങ്ങളെ വഴിതെറ്റിക്കുകയാണല്ലോ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. മൂസാ അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടിയിട്ട്, നമ്മളിവിടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത്. ഖുർആനിൽ എടുത്തു കൊടുക്കേണ്ടത് അള്ളാഹു അംഗീകരിച്ച പ്രാർത്ഥന ആയതുകൊണ്ടാണ്, എല്ലാ അർത്ഥത്തിലും അംഗീകരിച്ച പ്രാർത്ഥന ആയതുകൊണ്ടാണ് വിശുദ്ധ വേദഗ്രന്ഥം ഈ പ്രാർത്ഥന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. റബ്ബനാ അത്മിസ് അലാ അംവാലിഹിം വസ്തുദ് അലാ ഖുലൂബിഹിം ഫലാ യുഅ്മിനു ഹത്താ യറവുൽ അദാബൽ അലീം. നാഥാ, അവരുടെ സമ്പത്ത് നീ നശിപ്പിച്ചു കളയണമേ. അത്തരം ആളുകളുടെ നമ്മൾ അർത്ഥം നോക്കും നിങ്ങൾ. നാഥാ, അവരുടെ സമ്പത്ത് നശിപ്പിച്ചു കളയണമേ. ഇനി നോവുന്ന ശിക്ഷയെ കാണും വരെ വിശ്വസിക്കാതിരിക്കത്തക്കവണ്ണം അവരുടെ ഹൃദയങ്ങളെ നീ കടുപ്പമുള്ളതാക്കണേ. അങ്ങനെ കുറെ ആളുകളുടെ മനസ്സ് കടുപ്പിക്കുമല്ലോ. നിലപാട് മാറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു ചെയ്യുന്ന പണി എന്താണ്? ഈമാൻ കൂട്ടിയാണ് നിലപാട് മാറ്റിയാൽ ചെയ്യാം. അവിടെ ഞാൻ വിടേണ്ട പാർട്ടി വിടേണ്ടതുണ്ട്, സംഘം വിടേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലായിട്ടും അവിടെ തന്നെ എന്തോ വലിയ ഭൗതിക താല്പര്യങ്ങളിൽ ഉറച്ചു, ചെറുതായാലും വലുതായാലും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു അവിടെ കടുപ്പം കൂട്ടിക്കൊടുക്കും. നേരെ മറിച്ച് നിലപാട് മാറേണ്ടതുണ്ട്. സംഗതി ശരിയാണ്, ഇതും കൂടെ കൂടിയാലേ തൗഹീദ് പൂർത്തിയാവുള്ളൂ. ആ സംഘം എവിടെങ്കിലും ഉണ്ടോ, ഞാൻ ആ കൂട്ടത്തിലേക്കൊന്ന് ചേരട്ടെ അല്ലെങ്കിൽ വരട്ടെ, ആ കൂട്ടത്തിൽ നിന്ന് അതിന്റെ വക്താവായി ഞാൻ മാറട്ടെ എന്ന് തീരുമാനിച്ചാലോ അപ്പോഴാണ് ഈമാൻ കൂടുക. അപ്പൊ രണ്ടും യുദല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. അള്ളാഹു ഇതോ കേരളത്തിലെയോ അല്ലെങ്കിൽ ഗോൾസ് പാർക്കിനെ കണ്ടുകൊണ്ട് പറയല്ല, ലോകം മുഴുവനും അങ്ങനെയാ. അറബ് നമ്പരാക്കന്മാരൊക്കെ അങ്ങനെയാ. അവർക്ക് അമേരിക്കയോടെ തന്നെയാണ് താല്പര്യം. കിട്ടിയ ചാൻസ് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പൊ ഇറാനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ സൗഹൃദത്തിന് വേണ്ടി ഹജ്ജ് നടത്തുന്ന, ഉംറ നടത്തുന്ന, അതേപോലെ മദീന നടത്തുന്ന രാജാക്കന്മാർ ഉൾപ്പെടെ നിവൃത്തിയില്ലാത്തപ്പോ വരികയാണ്. ഇനി വേറൊരു രക്ഷയില്ല, വഴിയില്ല. അങ്ങനെയല്ല വരേണ്ടത്. ബോധപൂർവം കണ്ടറിഞ്ഞ് ആദ്യം ഇതിനൊക്കെ മുൻകൂട്ടി വായിക്കാൻ, ഇത് ഏതാനും 100 കൊല്ലത്തെ ഇടപാട് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാലൊക്കെ ഒരു ഉടുതുണി പോലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മുടെ കഫൻ പുടവ വേറെ ആളാ വാങ്ങുക. അത് മനസ്സിലാക്കണം. നമ്മൾ വാങ്ങി വെച്ച് കൊടുത്താൽ ചിലപ്പോൾ നമുക്കത് കിട്ടിയെന്ന് വരും. കാഫം പുടവ പോലും ഇല്ലല്ലോ നമുക്ക്. നമ്മൾ ഈ സ്വത്ത് ഏതിനെ കുറിച്ചാണോ നമ്മൾ കൂടുതൽ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്, അതേ നമുക്കുണ്ടാവൂ. ഏതിനെ കുറിച്ചാണ് കൂടുതൽ വിചാരിച്ചത്? ഓരോ ദിവസവും വിലയിരുത്തി നോക്കുക. അള്ളാഹുവിലാണ് ധാരാളം ഓർത്തത് എങ്കിൽ, പരലോകത്തെയും മഹ്ശറയെയും ഓർത്താണ് ജീവിച്ചത് എങ്കിൽ അവർക്ക് പരലോകമാണുള്ളത്. പക്ഷെ അതിലും കൂടുതൽ ദുനിയാവാണ് എങ്കിൽ പോയി കഥ. ബൽ തുഖ്സിറൂനൽ ഹയാത്തദ് ദുനിയ. അവർ ദുനിയാവിലാണ് എന്ത് ചെയ്യുന്നത്? മുൻഗണന നൽകിയത്. പക്ഷെ പറ്റൂലായിരുന്നു. അതുകൊണ്ടൊന്നും അങ്ങനെയുള്ളവരെ അള്ളാഹു എന്തില്ല, മുൻഗണന വന്നുപോയാൽ കഴിഞ്ഞു എന്ന ഖുർആന്റെ പ്രയോഗം. അള്ളാഹ് അങ്ങനെ തന്നെ പറഞ്ഞത്. നേരെ മറിച്ച് മരണം, അതാണ് കബറടക്കം.
എന്ന ചിന്തയ്ക്ക് പകരം ദുനിയാവിലെ വിഭവങ്ങളും അതിന്റെ മുതലും അതും ആലോചിച്ചങ്ങനെ നടക്കുന്നുവെങ്കിൽ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, അവൻ പച്ച കണ്ണുകൊണ്ട് ലതറവുന്നൽ ജഹീം സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, പച്ച കണ്ണുകൊണ്ട് കാണുന്നു പറഞ്ഞു. പച്ച കണ്ണെന്ന് ഐനൽ യഖീൻ എന്നാണ്. യഖീനായ കാഴ്ച അങ്ങോട്ട് കണ്ടിട്ട് ഖബറിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭയാനകമായ രംഗം ഖബർ എന്നാവാം, ആ അർത്ഥത്തിൽ വരുമ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ആ ഫറോവനിസത്തിന്റെ ഏതെങ്കിലും ഒരു അംശം മുമ്പിൽ വെച്ചാൽ നമ്മളിൽ ഉണ്ടെങ്കിൽ ഭയപ്പെട്ട് നമ്മൾ പിന്മാറേണ്ടതുണ്ട്. അതിൽ നിന്ന് അതിൽ രക്ഷപ്പെടാൻ നമുക്ക് ആര് കൊണ്ടുവന്നാലും, വാപ്പ കൊണ്ടുവന്നാലും ശരി, നമ്മുടെ പാപ്പാര് കൊണ്ടുവന്നാലും ശരി, അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ എന്ത് സംഭവിച്ചു? അവസാനം അല്ലാഹു പ്രാർത്ഥന സ്വീകരിച്ചു. ഇസ്രായേൽ അവരെ ഫറോവയെ മുക്കിക്കൊല്ലാൻ അല്ലാഹു തീരുമാനിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുക്കിക്കൊല്ലുന്നതിന് മുമ്പ് ഒരു കൂട്ടരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അല്ലാഹുവിന്. ആ രക്ഷയുടെ ഒന്നിച്ച് ഒരൊറ്റ സംഗതി കൊണ്ട് അല്ലാഹു ചെയ്തു കാണിച്ചു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു കാണാൻ സാധിക്കും. അൽ ആന വഖദ് അസൈതു ഖബല വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോൾ അവന് കടലിൽ കിടന്ന് പിടയുന്ന രംഗമുണ്ട്. ഖുർആൻ അത് പറയുന്നുണ്ട്. കടലിൽ കിടന്ന് അവൻ പിടയുന്ന ആമൻതു റബ്ബി മൂസ വ ഹാറൂൻ, കടലിൽ പിളർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഴിയൊരുക്കി കൊടുത്തു. ചരിത്രം വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവസാനം എന്തായി മാറി? വിശുദ്ധ ഖുർആൻ ആ അർത്ഥത്തിൽ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് ആയത്തുകൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 30 ചില്ലാനും സൂറത്തുകളൊക്കെ ഇതിനു വേണ്ടി അള്ളാഹു ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവസാനം മരണവേളയിൽ ബോധ്യപ്പെടും. ക്യാൻസർ വന്നാൽ തന്നെ ബോധ്യപ്പെടും. പല ആളുകൾക്കും മാരകമായ ക്യാൻസർ വന്നാൽ തന്നെ, ചില ആളുകൾക്ക് ചെറിയ രോഗം വന്നാൽ തന്നെ ബോധ്യപ്പെടും. ആ ബോധ്യം, ആ രോഗം മാറുന്നത് വരെ മൂപ്പർക്ക് നിലനിൽക്കുള്ളൂ. അത് കഴിഞ്ഞാൽ മൂപ്പര് വീണ്ടും തിരിയുമെന്ന് ഖുർആൻ പറയുന്നത്. വീണ്ടും പഴയതിലേക്ക് തന്നെ തിരിയും. ആ രോഗം കൊണ്ട് വരുമ്പോ അള്ളാഹ് ഉള്ളത് ശിഫയാക്കാൻ വേറോടും പോയിട്ട് കാര്യമില്ല. കരളിന് അപ്പോഴാണ് ഭയങ്കര പ്രാർത്ഥനയാണ്. അങ്ങനെ അള്ളാഹു മാത്രമാണ് ഞാൻ, ഇതൊന്നും ഞാൻ അങ്ങനെ തന്നെ തരാം, എനിക്ക് കിട്ടിയ ആയുസൊക്കെ ഞാൻ ഉപയോഗിക്കാം എന്നൊക്കെ പറയും. എന്തൊക്കെ പറയണോ അത് മുഴുവൻ പറഞ്ഞിട്ടുണ്ടാവും. ഇത് മുഴുവൻ സ്വത്തും ഞാൻ വേണമെങ്കിൽ നിനക്ക് തരാം, എനിക്ക് ഈ രോഗത്തിൽ നിന്ന് ശിഫയാക്കി തന്നാൽ മതി എന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടാവും. പക്ഷെ മൂപ്പര് അത് കഴിഞ്ഞാൽ, രോഗം മാറിക്കഴിഞ്ഞാൽ, എനിക്കറിയാം ഒരു പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റായി വർഷങ്ങളോളം നാട്ടില് പ്രയാസങ്ങൾ ഉണ്ടാക്കിയ ഒരു വാപ്പനെ കുറിച്ച് മകൻ പറയാണ് മാരകമായ ക്യാൻസർ വന്നിട്ട് മൂപ്പര് ക്യാൻസർ മാറിയപ്പോ ഈ മകൻ പറയാ, എന്റെ വാപ്പാനെ ക്യാൻസറിന് പോലും കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് മൂപ്പരങ്ങനെ ചിരിക്കുക. പിന്തുണച്ചുകൊണ്ടാ പറയുന്നത്, ക്യാൻസറിന് പോലും. പക്ഷേ ഏതാനും ദിവസം കഴിഞ്ഞ് മൂപ്പര് അതിദയനീയമായി ദാരുണമാംവിധം മരിച്ചു എന്നുള്ളത് വേറെ കാര്യമാണ്. ആ കിടപ്പുന്ന യാതൊന്നും, അതിന് രോഗം മാറി വന്നതിന് ശേഷം മൂപ്പര് തൗഹീദ് ഉയർത്തിപ്പിടിക്കുന്ന സംഘത്തെ ഭീഷണിപ്പെടുത്തുകയാണ്. ആ സംഘത്തിലേക്ക് ഒരാൾ വന്നപ്പോ, നീയെങ്ങാനും രോഗം മാറിയതിനു ശേഷം നീയെങ്ങാനും അതിലേക്ക് വരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരനെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചു അദ്ദേഹം. ആ പിന്തിരിഞ്ഞു പോയവനും പോയിപ്പോ, അവനും ആ കാലത്ത് തന്നെയുള്ളു. തൗഹീദിന്റെ ഒരു മർമ്മം വേണ്ട എന്നല്ല, തൗഹീദിന്റെ 2 മർമ്മം രണ്ടും വേണ്ടാന്നാ മൂപ്പരുടെ അവസ്ഥയിലാണ് ഇപ്പൊ അവരൊക്കെ അത്തരം ആളുകളൊക്കെ പലപ്പോഴും കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ നിങ്ങൾ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട സമയനാ അത്തായന, ഞാൻ കേട്ടു അനുസരിച്ചു, ഈ അർത്ഥത്തിൽ അതിനെ പിന്തുണക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹ് പറയാണ് ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ എന്ന് തെറ്റിപ്പോവാണ്ടിരിക്കാൻ ഹാറൂന്റെയും മൂസായുടെയും പേര് പറഞ്ഞ് തന്നെ മൂപ്പര് ഫറോവ അതിനുവേണ്ടി ശ്രമം നടത്തിയപ്പോ അള്ളാഹ് പറഞ്ഞ വർത്തമാനമാണ് അൽ ആന വഖദ് അസൈതു ഖബല വകുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ നീ വിശ്വസിക്കുന്നത്? ഇതുവരെയും നീ ധിക്കരിച്ചു, നീ നാശകാരികളിൽ പെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് നിന്റെ വിശ്വാസം യാതൊരു പ്രസക്തിയുമില്ല. എന്നിട്ട് അള്ളാഹ് ചെയ്ത പണി എന്താണ്? 6 അടി മണ്ണ് പോലും നിനക്കില്ലടോ എന്ന് വെച്ചു. ഭൂമിയുടെ 6 അടി മണ്ണ് പോലും നിനക്ക് ഞാൻ വെച്ചിട്ടില്ല, നിന്നെ കുഴിച്ചു മൂടാൻ പോലും ഞാൻ സമ്മതിക്കൂല. കാണട്ടെ ജനം, കാണട്ടെ. അങ്ങനെ ഒരൊറ്റ ജഡമേ ഭൂമുഖത്ത് വെച്ചിട്ടുള്ളൂ. അത് ഏത് മേഖലയിലാണ്? ആധിപത്യ മേഖലയിലാണ് ആ ജഡം കിടക്കുന്നത്. അത് അവിടെ വെച്ച് അവർ ഒന്നിച്ചുകൂടിയാണ് ഈ ആരാധന മേഖല എങ്ങനെ ആക്കുക. അതാണ് ബിംബങ്ങളും മക്കബറും ജാറങ്ങളൊക്കെ പൊന്തിക്കണമെങ്കിൽ അധികാരമാണ്. ഇവർ തമ്മിൽ പുതിയ കൂട്ടുകെട്ട ഈ പുരോഹിതന്മാരും അതേപോലെ മുതലാളിമാരും അതേപോലെ ആ ഭരണാധികാരികളും തമ്മിൽ വലിയ മുക്കൂട്ട് മുന്നണി എന്നാ പറയാം. ഈ മുക്കൂട്ട് മുന്നണിയാണ് ഇതൊക്കെ ഒപ്പിക്കുക. അതുകൊണ്ട് ആ മുക്കൂട്ട് മുന്നണിയെ കൈകാര്യം ചെയ്ത് നേതൃത്വം കൊടുക്കുന്ന അധികാരി വർഗത്തെയാണ് കൈകാര്യം ചെയ്യാനാണ് മൂസ അലൈഹി ഇസ്ലാം. നോക്കും നിങ്ങള് തൗഹീദിന്റെ തർത്തീബ് കാണാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ നിലപാടില് വാപ്പാനോട് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ച് സലാം പറഞ്ഞ് മൂപ്പര് പിരിഞ്ഞു. എന്റെ തറവാടും വേണ്ട വാപ്പ, അതേപോലെ അതിന്റെ കുടുംബം പാരമ്പര്യം ഒന്നും എനിക്ക് വേണ്ട, എനിക്ക് പ്രശ്നമില്ല അതിലൊന്നും. പക്ഷെ ഫറോവയോട് ഒരു അനക്കം ചലിക്കാൻ പോലും ഇബ്രാഹിം അലൈഹി സ്വലാം അവിടെ നിന്നോ, ഒന്നുകിൽ നിന്റെ അവസാനം അല്ലെങ്കിൽ എന്റെ അവസാനം
എന്ന് പറഞ്ഞ് അവിടെ നിന്നു കൊടുത്തു. അല്ലാതെ അഗ്നി തണുപ്പാക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആദ്യം വിവരം കിട്ടിയിട്ടൊന്നുമില്ല. അത് അഗ്നി തന്നെയാണ്, ആ അഗ്നിക്ക് തന്നെയാണ് പോകണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വിടില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നു. മൂസാ അലൈഹി സ്വലാം അങ്ങനെ തന്നെയാണ്. മൂസാ അലൈഹി സ്വലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ്. കഅബയിൽ 360 ബിംബങ്ങളുണ്ട്. അതിനെതിരെ പ്രവാചകൻ വിരലനക്കിയിട്ടില്ല. സംസാരം മാത്രം അത് വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കും. വിരലനക്കിയത് മുഴുവൻ അബൂജഹലിനെതിരെയാണ്, ഉത്ബത്തിനെതിരെയാണ്, ശൈബത്തിനെതിരെയാണ്. അത് ബിംബങ്ങൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ പ്രവാചകൻ പ്രബോധനം നടത്തി. നോക്കൂ നിങ്ങൾ, അവസാനം എന്താണ്? പ്രവാചകൻ എവിടെയാണ് കൈവെക്കുന്നത്? അവരുടെ അധികാര മേഖലയിൽ തന്നെയാണ്. വലത് കൈയിൽ സൂര്യനും ഇടത് കൈയിൽ ചന്ദ്രൻ. അതാണ് ബദറിലേക്ക് നയിച്ചത്, ഉഹദിലേക്ക് നയിച്ചത്, ഖന്തക്കിലേക്കും ഹുനൈനിലേക്കും. അവസാനം അത് മക്കം ഫതഹ് ആയി അല്ലാഹു കൊടുത്തു. അപ്പോഴാണ് ഈ ബിംബങ്ങൾക്കെതിരെയുള്ള നടപടി പ്രവാചകൻ എടുക്കുന്നത്. അതും കഅബയിലെ ബിംബങ്ങൾക്ക് മാത്രം. സൗദി അറേബ്യയിൽ വേറെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി ബിംബങ്ങളെ തകർത്തിട്ടില്ല പ്രവാചകൻ. അതൊക്കെ അവിടെ അനുവദിച്ചു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ തർത്തീബ് മനസ്സിലാക്കിയിട്ട് വേണം തൗഹീദിനെ നമ്മൾ ഉൾക്കൊള്ളാൻ. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നമുക്ക് എവിടെയോ അപകടം പതിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ ഞാൻ ദൃഷ്ടാന്തമാക്കി വെക്കും. നിന്റെ ജഡം ഞാൻ എന്ത് ചെയ്യും? ഇന്ന് നാം നിന്റെ ജഡം മാത്രം രക്ഷപ്പെടുത്തും. നിന്റെ റോഹ് എടുത്തിട്ട് റോഹെടുക്കുക, എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെലവഴിക്കും നിന്റെ റോഹ്, നിന്റെ കാര്യത്തിൽ. പക്ഷെ നിന്റെ ജഡം എനിക്ക് വേണം. അത് 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാൻ ഞാൻ അനുവദിക്കില്ല. 6 അടി പോലും നിനക്ക് തരില്ല. അത് അന്ത്യനാൾ വരേക്കും ഞാൻ എന്ത് ചെയ്യും? അതിങ്ങനെ പല്ലിളിച്ച് നിർത്തും ഞാൻ, പല്ലിളിച്ച്. എല്ലാം ഈ ലോകത്തും നാളെ പരലോകത്തും അത് ഭയാനകമായ ഒരവസ്ഥ സൃഷ്ടിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല. പല്ലിളിച്ചവനായിട്ട് അല്ലാഹു എന്ത് ചെയ്തു? അവനെ ഉപേക്ഷിച്ചു. ഇന്ന് നാം നിന്റെ ജഡം മാത്രം രക്ഷപ്പെടുത്തും, അവശേഷിപ്പിക്കും. പിന്തലമുറകൾക്ക് ഒരു ദൃഷ്ടാന്തമായിക്കൊണ്ട് ലിമൻ ഖൽഫക ആയത്ത് തന്നെയാണ് പ്രയോഗിച്ചത്. ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു വെക്കും. എന്നിട്ടോ അതൊക്കെ നമുക്ക് കേൾക്കാം, നമ്മളൊക്കെ അംഗീകരിക്കും. ഞാൻ ഉൾപ്പെടെ അത് പോയി കണ്ടിട്ടുണ്ട്, കാണാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പാഠം പഠിച്ചോ? അല്ല പറയുന്നത് പാഠം പഠിക്കൂല, അധിക ജനങ്ങളും പാഠം പഠിക്കൂല. അത് പറഞ്ഞാണ് അതേ ആയത്ത് തന്നെ. ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് അധിക ജനങ്ങളും LDF UDF കളിച്ച് അവസാനം ഇങ്ങനെ ആരെങ്കിലും ആശയം പറഞ്ഞാൽ അവർ ഭീകരവാദികളാണ് എന്ന് പറഞ്ഞ് ആ അർത്ഥത്തിൽ ഈ ദൃഷ്ടാന്തങ്ങൾ മുഴുവൻ ഉണ്ടായാലും കാണാൻ സാധിക്കില്ല. അന്ധരാണ്, ബധിരരാണ്, മൂകരാണ്. ഈ കാര്യത്തിൽ അവർ മൂകരാണ്. അപ്പൊ അതുകൊണ്ട് കേട്ടിട്ട് ഒരു കാത് കൊണ്ട് കേട്ട് മറുകാതിലൂടെ തള്ളിക്കളയുന്ന ഗതികെട്ട അവസ്ഥ അറബ് നബുരാക്കന്മാർക്ക് ഉൾപ്പെടെ ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ അതിന്റെ മറികടന്നു പോകുന്ന, നമസ്കരിച്ചുകൊണ്ട് തന്നെ യസീദിനെ പോലെ, മുആവിയയുടെ മകനെ യസീദിനെ പോലെ അവർ ഖിലാഫത്തിന് ചവിട്ടി മെതിച്ചിട്ട് രാജഭരണത്തിൽ അവർ നിലകൊള്ളും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഏകാധിപത്യത്തെയും സ്വേച്ഛാധിപത്യത്തെയും അറബ് നമ്പുരാക്കന്മാർ ഉൾപ്പെടെ അതിന്റെ വക്താക്കളായി മദ്യം അനുവദിച്ചു കൊടുക്കുന്ന ലൈസൻസ് അത് കൊടുക്കും. അള്ളാഹു ഉമ്മുൽ ഖബായിസ് അക്ബർ മിനൽ ഖബായിർ എന്ന് റസൂൽ പറഞ്ഞതാ. വൻപാപങ്ങൾ ഏറ്റവും വലിയ പാപമാണ്. ഇന്നമൽ ഖംറു വൽ മൈസർ എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ തീർത്ത് പറഞ്ഞതാണ്. എന്താണ് അതിനോട് നിലപാട് പുലർത്തേണ്ടത്? വായിലുള്ളത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആയത്ത് കേൾക്കണത്. കുടിച്ചു കഴിഞ്ഞപ്പോ ഈ ആയത്ത് കേട്ടപ്പോ എന്താ ചെയ്യുന്നത്? ഒന്നായിട്ട് കൈയിടാണ് വായന്റെ അകത്തേക്ക് കൈയിട്ടിട്ട് ഇതവിടെ ദഹിക്കാൻ അനുവദിച്ചാൽ അള്ളാഹ് ശിക്ഷിക്കുമോ എന്ന് പേടിച്ചിട്ട് കാർക്കിച്ചു തുപ്പേണ്ട. ഒരു മദ്യത്തിന് ലൈസൻസ് കൊടുക്കുന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നുവെങ്കിൽ അത് കുഴപ്പമില്ല എന്ന നിലയിലാണ് വോട്ട് കൊടുത്തത് എങ്കിൽ അതിനെ മാറ്റിമറിക്കാനാണ് വോട്ട് കൊടുക്കുന്നത്. അത് വേറെ ഇന്നമല്ലാമാര് ബിന്നിയാത്ത്, ഉദ്ദേശമനുസരിച്ചാണ് കർമ്മങ്ങൾ എന്ന് അള്ളാഹുന്റെ റസൂൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. മാറ്റിമറിക്കാൻ വേണ്ടി കൊടുക്കുന്ന വോട്ടും അല്ല, ഇതൊക്കെ മതി, ഇതിങ്ങനെയായാലും കുഴപ്പമില്ല എന്ന ആശയത്തിൽ എന്ന് കൊടുക്കുന്ന വോട്ടും രണ്ടും രണ്ടാണ്. അതാണ് വോട്ട് ശിർക്കാക്കി ആദ്യം, പിന്നെ അനുവദിച്ചു ഹലാലാക്കി എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു റസൂലും ചെയ്ത പണിയാണ്, അത് വേറെ ആരും ചെയ്തതൊന്നുമല്ല. അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് ഇപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് ഇപ്പോഴും അള്ളാഹു റസൂലും ചെയ്ത കാര്യങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഈ അർത്ഥത്തിൽ കാര്യങ്ങളെ കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ മാത്രമേ നമ്മളുടെ നോമ്പ് യഥാർത്ഥത്തിലുള്ള നോമ്പാവുള്ളൂ. ഇതിൽ നിന്നും പാഠം പഠിക്കാത്ത ഈ ഒരു അവസ്ഥയിലാണ് നമ്മളുടെ നോമ്പും ഈ ഇന്നത്തെ നോമ്പുമെങ്കിൽ അത് വലിയൊരു നഷ്ടമായിട്ട് അത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈമാനും തൗഹീദും കഴിഞ്ഞിട്ട് അള്ളാഹുവിലുള്ള ബോധ്യം കഴിഞ്ഞിട്ട് ബാക്കി സകല കർമ്മങ്ങളും ഉള്ളൂ എന്ന ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ